ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചക്കക്കുരു കൊണ്ട് ക്രിസ്പിയും ക്രഞ്ചിയുമായ ഒരു ചിപ്സാണ് ഇന്നത്തെ റെസിപ്പി. ഇനി ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ വെറുതെ കളയല്ലേ, ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കി വെച്ചാൽ വളരെ നാളുകൾ കേടുകൂടാതെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചക്ക ചിപ്സ് ഉണ്ടാക്കി കഴിക്കുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റാണ് ഇതിനുണ്ടാവുന്നത്. വളരെ സ്വാദുള്ളതും ഗുണഗണങ്ങൾ ഏറെയുള്ളതുമാണ് നമ്മുടെ ഈ ചക്കക്കുരു ചിപ്സ്. ചക്കക്കുരു ചിപ്സിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും, എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ഈ വീഡിയോ അവസാനം വരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് ഇത്. ഇനി ഇതിനെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ദാ ഇതുപോലെ. നമ്മുടെ ചക്കക്കുരു എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിന്നായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചു വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഈ സമയം തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഇല്ലെങ്കിൽ അകം വേഗില്ല, പുറം ഭാഗം കരിയുകയും ചെയ്യും. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. ഒരു പകുതി വേഗ് ആവുമ്പോൾ അല്പം ഉപ്പ് വെള്ളം തളിച്ചു കൊടുക്കാം. ഒരു പാത്രത്തിൽ അല്പം ഉപ്പെടുത്ത് കലക്കി വെച്ചാൽ മതിയാകും. ചക്കക്കുരുവിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉപ്പുവെള്ളം തളിക്കുമ്പോൾ നീരാവി കൊണ്ട് അകത്തെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ വറുത്തു കൊരാം. ബാക്കിയുള്ളതും ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഒരു ബൗളിൽ കുരുന്നുള്ളുപ്പ്, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണിത്. അതുപോലെ മുളക് പൊടി ചേർക്കുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. മുളക് പൊടി മിക്സ് ചേർക്കാതെ കഴിക്കുന്നതും സൂപ്പറാണ്. ഒരു ചക്ക വറ്റില കഴിക്കുന്ന ഫീലാണ് നമുക്ക് ഈ ചക്കക്കുരു ചിപ്സ് കഴിക്കുമ്പോൾ തോന്നുന്നത്. മുളക് പൊടി മിക്സ് ചെയ്യുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റും കിട്ടും. രണ്ടായാലും സൂപ്പറാണ്. വൈകിട്ടത്തെ ചായക്കൊപ്പമോ കട്ടൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ഈ ചക്കക്കുരു ചിപ്സ്. ഒരു തരത്തിലും മായം ചേരാത്ത സൂപ്പർ ചിപ്സാണിത്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ചക്കക്കുരു കിട്ടുമ്പോൾ ഇതുപോലെ നിങ്ങളും ചിപ്സ് ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. നിങ്ങൾക്ക് അറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.